ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജെനീസ് കിച്ചൺ. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്ന മുട്ട വെച്ച് സിമ്പിളായിട്ടൊരു ഈവനിങ് സ്നാക്സ് ആണ്. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നാൽ ഒട്ടും താമസിപ്പിക്കാതെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. മുട്ട വെച്ചുള്ള റെസിപ്പി ആകുമ്പോൾ നമുക്ക് എന്തായാലും മുട്ടയുടെ ആവശ്യമുണ്ട്. ഞാനിപ്പോൾ അതിനായി 4 മുട്ട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ മുട്ടയൊന്ന് മാറ്റി വെച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിന് ഇതുപോലത്തെ ഒരു തട്ടെടുക്കാം. ഈ തട്ടിലേക്ക് കുറേശ്ശെ എണ്ണ ഒഴിച്ച് തടവി കൊടുക്കാം. ഇനി നമുക്ക് ഓരോ മുട്ട വീതം ഓരോ കുഴികളിൽ പൊട്ടിച്ചൊഴിക്കാം. ഇതുപോലെ പൊട്ടിച്ചൊഴിക്കണം. നമ്മൾ മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മുട്ട പൊട്ടിച്ചൊഴിക്കുമ്പോഴേക്കും മുട്ടയുടെ മഞ്ഞക്കരി പൊട്ടാതെ സൂക്ഷിക്കണം. മുട്ടയുടെ മഞ്ഞക്കരി പൊട്ടിയാൽ നമ്മുടെ റെസിപ്പി കാണാൻ ഒരു ചന്തം ഉണ്ടാവില്ല. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണേ. ഞാനിപ്പോൾ ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഡലിത്തട്ട് ഇതിലേക്ക് ഇറക്കി വയ്ക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് മുട്ടയെല്ലാം വേവിച്ചെടുക്കാം. നമ്മുടെ മുട്ടയെല്ലാം അവിടെ ഇരുന്ന് വേട്ടെ. ഈ ഒരു സമയത്ത് നമുക്ക് കുറച്ച് പണിയുണ്ട്. നമ്മുടെ മുട്ട ഫ്രൈ ചെയ്യാനുള്ള മസാല തയ്യാറാക്കണം. ഒരു പാത്രം എടുത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, എല്ലാം കൂടെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്ത് ഇതൊന്ന് ലൂസാക്കി എടുക്കണം. ഇപ്പോഴത്തെ മുട്ട ഫ്രൈ ചെയ്യാനുള്ള മസാല ഇവിടെ റെഡി ആക്കിയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ മുട്ടയെല്ലാം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഡലി പാത്രത്തിൽ നിന്ന് ഇതെടുത്ത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പം ഇത് നന്നായി തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ടയെല്ലാം എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലൊരു സ്പൂൺ ഉപയോഗിച്ച് സൈഡെല്ലാം ഇങ്ങനെ വിടിയിച്ചു കൊടുക്കുക. നമ്മൾ എണ്ണ തേച്ചത് കൊണ്ട് തന്നെ മുട്ടയെല്ലാം പെട്ടെന്ന് തന്നെ എടുക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ മുട്ടയെല്ലാം ഞാൻ ഇഡലി പാത്രത്തിൻ്റെ അകത്ത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ മുട്ട നമുക്ക് ഈ മസാലയിലിട്ടൊന്ന് പുരട്ടിയെടുക്കാം. ഇതുപോലെ മുട്ടയുടെ എല്ലാ ഭാഗത്തും മസാല നല്ലതുപോലെ തേച്ച് പിടിപ്പിക്കണം. ഇപ്പം ഞാൻ എല്ലാ മുട്ടയും മസാല തേച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഈ മുട്ടയെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. മുട്ട ഫ്രൈ ചെയ്തെടുക്കാൻ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി മുട്ടയെല്ലാം ഈ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. തീ ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം നമുക്ക് മുട്ട ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ ഒരു സൈഡ് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ടൊന്ന് വേവിക്കാം. ഇപ്പോൾ 2 ഭാഗവും ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. മുട്ട വീട്ടിലുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റോടു കൂടി തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണിത്. എല്ലാവരും ഈ റെസിപ്പി നിങ്ങളുടെ വീട്ടിൽ തയ്യാറാക്കി നോക്കണം. ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തന്ന് എല്ലാവർക്കും ഷെയറും ചെയ്ത് കൊടുക്കണം. അടുത്ത വീഡിയോയിൽ പുതിയൊരു റെസിപ്പിയുമായി കാണാം. താങ്ക് യു.